ഹായ് എവരിബഡി. ഹോളിഡേ കിടന്നുറങ്ങി, നല്ലോണം ഉറങ്ങി, ഹാപ്പി, ഫ്രീ, സുഖമായിട്ട് കിടന്നുറങ്ങി. പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്, പണ്ടാരോ അല്ല, അടുത്തന്നെ ഒരു ഫേമസ് നടി, അവർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് രാത്രി കിടക്കുമ്പോൾ ഹാപ്പി ആയിട്ട് ഉറങ്ങാൻ പറ്റണമെന്ന്. അപ്പം ഞാൻ ഇന്നലെ ഹാപ്പി ആയിട്ട് ഉറങ്ങി. പക്ഷെ അത് വേറെ ചില ആവശ്യം കൊണ്ട് ലേറ്റായി. അപ്പം അതിലൊന്ന് കൺഫേം ആക്കിയിട്ടായിരുന്നു ഉറങ്ങിയത്. അപ്പം ലേറ്റായിട്ട് എഴുന്നേറ്റു. പിന്നെ എപ്പോഴും നമ്മൾ പല പല എക്സ്പീരിയൻസും പറയുന്നുണ്ട്, കഴിഞ്ഞത് പറയുന്നുണ്ട്, പ്രസൻറ്റ് പറയുന്നുണ്ട്, പിന്നെ നമ്മളെ മോശം പറയുന്നുണ്ട്. അത് മീൻസ് മോശം എക്സ്പീരിയൻസ് പറയുന്നുണ്ട്, നമ്മളെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് തികച്ചും വ്യത്യസ്തമായൊരു വൈബ്, ഇപ്പോഴത്തെ ഭാഷയിലൊരു വൈബ്, ഒരു എക്സ്പീരിയൻസ് പറയാം. ഈ വീഡിയോ കാണേണ്ടത് 40 അബവ്, ആണായാലും പെണ്ണായാലും 40 അബവ്. ഞാൻ ഡിസംബർ 31 വൈകുന്നേരം ബസ്സിൽ വരുവാണ്. പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് അടിപൊളി ഒരു 5-8 കുട്ടികളങ്ങ് കയറി. അതിലൊരാളാണ് അതിൻ്റെ ലീഡർ എന്ന് മൊത്തത്തിലൊരു കാഴ്ചപ്പാടെന്ന് മനസ്സിലായി. അപ്പം ഭയങ്കര ന്യൂ മോഡൽ 5-8 പെൺകുട്ടികൾ, സൂപ്പർ കുട്ടികൾ, കാണാനാണെങ്കിൽ ഭയങ്കര ഭംഗി. ഞാൻ പ്രത്യേകിച്ച് എല്ലാവരും ആണുങ്ങളെ നോക്കുന്നെങ്കിലും ഞാൻ പെണ്ണുങ്ങളെ നോക്കുക. എന്താണെന്നറിയോ, ഓർണമെൻറ്റ്സോ, അതൊരു കടുകുമണീൻ്റെ സ്റ്റഡായിരിക്കും, എന്നാലും ഞാൻ നോക്കും. ഡ്രസ്സ്, അങ്ങനെ ഫാഷൻ എന്താ അങ്ങനെയൊക്കെ ഞാൻ നോക്കാറുണ്ട്. അപ്പം ഞാൻ ഈ 8 പെമ്പിളേരെയും നോക്കി. അപ്പം എല്ലാം ഓരോ വഴിക്ക് കിടന്നങ്ങ് ഉറങ്ങി. കുറച്ച് ഒരാൾ എൻ്റെ അടുത്ത് സീറ്റ് കിട്ടിയപ്പോൾ പരിഹാരം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് നിന്ന് സീറ്റ് കിട്ടിയപ്പോൾ എൻ്റെ ഇപ്പുറം കിട്ടിയപ്പോൾ അവിടെ വന്നിരുന്നു. എന്നിട്ട് പിന്നെ പയ്യന്നൂർ ഇറങ്ങി ട്രെയിനിന് പോന്നാന്നോ കാസർഗോഡേക്ക് നല്ലത്, അല്ല ഇതന്നെ പോന്നെയാണോ നല്ലത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതന്നെ. ഇനി പയ്യന്നൂർ ഇറങ്ങി ട്രെയിനൊക്കെ പോകാൻ കുറച്ച് സമയമെടുക്കും, ഇതങ്ങ് വേഗം പോവും എന്ന് പറഞ്ഞു. അപ്പോൾ എവിടെ പോകേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ബേക്കൽ ഫോർട്ട് ബീച്ച് ഫെസ്റ്റിന് പോകുന്നു, പിന്നെ ന്യൂ ഇയറിൻ്റെ. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ മാത്രമേ ഉള്ള? ഞങ്ങൾ 8 ആളുണ്ട്, ഞങ്ങൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല, അടിയാണെങ്കിൽ അടി, കമ്പനി ആണെങ്കിൽ കമ്പനി. അപ്പം ഭയങ്കര ആളൊരു 1.5 വൈബ് തന്നെ, ഭയങ്കര നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല മോഡേൺ ഡ്രസ്സ്, ആര് കണ്ടാലും നോക്കുന്നൊരു. പേര് നയനക്കുട്ടി. ഈ വീഡിയോ കാണുമ്പോൾ ഒരു ഹായ് അയക്കണം, എനിക്ക് വാട്സപ്പിലൊരു ഹായ് അയക്കണം. എന്താ കാര്യമെന്ന് ഞാൻ ഇത് വഴിയെ പറയാം. എന്നിട്ട് അങ്ങനെ ഇതാണ് സൗകര്യം എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. പൊളി, ഞാൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നോട് ആൻറ്റീനെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന്. ഞാനൊരു ഞെട്ടില്ല. പൊതുവെ ലേഡീസ് തോന്നിയാലും പറയില്ല, ഞാൻ പറയാറുണ്ട്, പൊതുവെ ലേഡീസ് തോന്നിയാൽ പറയില്ല. നമ്മൾ കാണാതെ ഇങ്ങനെ നോക്കും, ആരും പറയില്ല. പിന്നെ ഇങ്ങനെയും പറഞ്ഞു, ആൻറ്റീന്ന് വിളിക്കാനൊന്നും തോന്നില്ല, പക്ഷേ പിന്നെ എന്താണ് പൊസിഷൻ, ചിലർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനെ ഞാൻ ആദ്യം മാഡം എന്ന് വിളിക്കാനായിരുന്നു നിന്നത്, എനിക്ക് പിന്നെ അങ്ങനെ തോന്നിയില്ല. അങ്ങനെ പറഞ്ഞു, ഒന്നും വിചാരിക്കരുത്, ചേച്ചിന്ന് വിളിക്കാനേ തോന്നുള്ളൂ, ആൻറ്റീന്ന് വിളിച്ചാലൊന്നും വിചാരിക്കരുത്. പൊതുവേ നമ്മൾ കൂടിയുള്ളവരെയോ അല്ലെങ്കിൽ കുട്ടികളെ മമ്മീസിനെല്ലാം അങ്ങനെ വിളിക്കും. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന്, ഞാനും നിങ്ങൾ അതേ വൈബാന്ന്, എനിക്ക് ഒരു കുഴപ്പമില്ല പറഞ്ഞു. പിന്നെ ഉടനെ എന്നോട് പറയാം എന്താ ടിപ്സ് എന്ന്. അപ്പം മുഖത്തെല്ലാം ഇതുണ്ട്, മുഖക്കുരുണ്ട് കുട്ടീൻ്റെ, പക്ഷെ സൂപ്പർ കുട്ടി. അപ്പം ഞാൻ പറഞ്ഞു ഒന്നുമില്ല, ഓൺലി ടെൻഷൻ എന്ന് പറഞ്ഞു. ഞാൻ എന്തിനാ ടെൻഷൻ? ഞാൻ പറഞ്ഞു ആസ് യൂഷ്വൽ, ടെൻഷനില്ലാത്ത ആരും ഇല്ലല്ലോ ലൈഫിൽ. നിങ്ങളെ ഏജൊക്കെ കഴിഞ്ഞില്ലേ, നമ്മൾ പ്രാരബ്ധങ്ങളും അങ്ങനെയൊക്കെ കഴിഞ്ഞു, ചില പാസ്റ്റൊക്കെ കയറി വരും എന്നൊക്കെ പറഞ്ഞു ഞാൻ. പിന്നെ ഞാൻ ചോദിച്ചു നിങ്ങൾ ഈ 8 പേര് എന്ത് ചെയ്യുന്നതെന്ന്. പരിയാരം മെഡിക്കൽ കോളേജിൽ നേഴ്സിംഗ് സ്റ്റുഡൻസ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, നാട് കൊല്ലം കോട്ടയം അങ്ങോട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ എന്താ ഫുഡ് എന്ന് ചോദിച്ചെന്നോട്. ഞാൻ പറഞ്ഞു ഞാൻ ഓൺലി വെജിറ്റേറിയൻ ആണെന്ന്.
വെറുതെ അല്ല ഞാൻ പറഞ്ഞ അതൊന്നുമല്ല, ഇങ്ങനെ അങ്ങ് പോകുന്നു. ഒരു കെയറിങ് ഇല്ല. അതിപ്പം ഇത്രയും സമയമായി, എത്രയായി എന്നറിയില്ല, ഞാൻ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാനൊന്നും എന്നെക്കുറിച്ച് ശ്രദ്ധിക്കാറില്ല, പക്ഷേ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഒരു 10-20 വയസ്സിലൊക്കെ പിന്നെ ഓരോ ഏജ് ഇങ്ങനെ കൂടുന്തോറും അയ്യോ നമ്മളെ ഏജ് കൂടുമ്പോൾ നമ്മളാരും ശ്രദ്ധിക്കൂല, അല്ലെങ്കിൽ നമ്മളെ ഭംഗിക്ക് കാര്യമില്ല. ഏതൊരാളും ആഗ്രഹിക്കുന്നതാണ് അപ്രിസിയേഷൻ, അല്ലെങ്കിൽ നമ്മളാരെങ്കിലും നോക്കുന്ന അതൊക്കെ നമുക്ക് എന്തായാലും പോസിറ്റീവായിട്ട് തരുന്നതാണ്. ചില ആളല്ല എന്നൊക്കെ വാദിക്കും ആന്ന്. അപ്പം ഈ കുട്ടി ഇങ്ങനെ പറഞ്ഞു തന്നെ ഞാൻ വീണല്ലോ. അപ്പം ഞാനപ്പോൾ പറഞ്ഞു ഒരു കെയറിങ്ങും ഇല്ല, ലൈഫൊന്നും അത്ര നല്ല പോസിറ്റീവൊന്നും ആയ എക്സ്പീരിയൻസൊന്നും അല്ല, ഇപ്പോഴും അല്ല. പക്ഷേ ഞാൻ എൻ്റെതായ രീതിയിൽ അങ്ങനെ നീങ്ങുവാന്ന്. യൂട്യൂബൊക്കെ ഉണ്ട്, സമയമൊക്കെ അങ്ങനെ ഇപ്പോഴും ഫ്രീ ആണ്, അപ്പോൾ ടൈമൊക്കെ അങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു, ഇങ്ങനെ ജോലി ചെയ്യുന്നു ഒക്കെ പറഞ്ഞു. പിന്നെ കുട്ടി പിന്നെ അല്ല എന്തോ ഒരു ഭംഗിയാണ്, എന്തോ ഒരു ഭംഗി മീൻസ് അവർക്ക് ഒരു എക്സ്പ്ലനേഷൻ ഇല്ലാത്തൊരു ഫീൽ ചെയ്യുന്ന ഏജ് ഉണ്ടാവാം, ടെൻഷൻ ഉണ്ടാവാം, യാത്രാക്ഷീണം ഉണ്ടാവാം. സാരി ആയിരുന്നു, സാരി ഉടുത്തപ്പോഴെല്ലാം ഒരു ഭംഗി തോന്നുന്നു. എനിക്കെന്തായാലും അത് പറയണം തോന്നിയിട്ടാണ് പറഞ്ഞതെന്ന്. അപ്പോൾ ഞാൻ ഒന്ന് ഫാൻ ഇടട്ടെ. അപ്പോൾ 40 കഴിഞ്ഞ ലേഡീസിൻ്റെ അടുത്തും പുരുഷന്മാരുടെ അടുത്തും എല്ലാം നമ്മളെ എപ്പോഴും ആ ഇരിക്കുന്ന ഏജ് ആയാലും എന്ത് അവസ്ഥ തരണം ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് നമ്മളതായൊരു വൈബ് ഉണ്ട്. ഓക്കെ, നമുക്ക് നമ്മളതായൊരു വൈബ് ഉണ്ട്. പിന്നെ 45 വയസ്സുള്ള എന്നെ കാണാൻ 50 വയസ്സുള്ള ആൾ കാണും, 50 വയസ്സുള്ള എന്നെ കാണാനും നോക്കാനും 55 വയസ്സുള്ള ആൾ കാണും, അല്ലെങ്കിൽ 50 വയസ്സുള്ള എന്നെ കാണാൻ 50 വയസ്സുള്ള ആൾ കാണും. പോട്ടെ, 50 വയസ്സുള്ള എന്നെ കാണാൻ 40 വയസ്സുള്ള ആളും കാണും. അപ്പം എനിക്കിത്രേ പറയാനുള്ളൂ, ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. ഞാൻ അന്നത്തേനോട് ഭയങ്കരമായിട്ട് ഞാൻ എപ്പോഴും ഇത് ചിന്തിക്കുന്ന ഒരാളാണ്. ഞാൻ പിന്നെയും ചിന്തിച്ചു. അത് ആ കുട്ടിക്ക് പറയാനുണ്ടായ ഒരു പോസിറ്റീവ് എനർജി, അത് ആക്സെപ്റ്റ് ചെയ്യാൻ എനിക്കുണ്ടായ ഒരു എനർജി, ലൈഫിൽ ആദ്യമായിട്ട് കണ്ട 2 വ്യക്തികൾ, പിന്നെ എസ്പെഷ്യലി ലേഡീസ്. അപ്പം അതെനിക്കൊരു നമുക്കതെപ്പോഴും അത് ഇപ്പം ഞാൻ പറയാൻ കാരണം നല്ലത് കണ്ടാൽ നമ്മളെപ്പോഴും ആരായാലും ഒരു അപ്രിഷ്യേറ്റ് ചെയ്യണം. അത് സൗന്ദര്യം എന്ന് പറയുന്നത് കളറിലോ രൂപത്തിലോ ഒന്നുമല്ല. നമുക്ക് എന്തോ ഒരു പോസിറ്റീവ് എനർജി, അല്ലെങ്കിൽ നമുക്ക് മറ്റൊരാളിൽ കാണുന്ന ഒരു അട്രാക്ഷൻ, ഇതൊക്കെയാവാം സൗന്ദര്യം. ഓരോരാളെ കൺസെപ്റ്റ് ഓരോ തരത്തിലാണ്. എന്നാലും എല്ലാവർക്കും ഇപ്പോൾ ഒരേപോലെ ആവണമെന്നില്ല, ഒരാളെപ്പോലെ എനിക്കാവണമെന്നില്ല, എന്നെപ്പോലെ മറ്റൊരാൾക്ക് ആവണമെന്നില്ല. പക്ഷേ നമ്മുടെ സാഹചര്യം എന്താണെങ്കിലും നമുക്കൊന്ന് വൈബായിട്ട് ഇരിക്കാൻ പറ്റും, നമുക്ക് ഉള്ളതിനെ ഒന്ന് മെനക്കി പിടിച്ചെടുക്കാനെല്ലാം പറ്റും. എത്ര ക്ലാവ് പിടിച്ച വിളക്കായാലും നമ്മൾ എന്തെങ്കിലും എല്ലാം ഉപയോഗിച്ചിട്ടൊരു വിശേഷം വരുമ്പോൾ ഉരക്കുന്നുണ്ട്, അത്രയും പിടിക്കാൻ നിൽക്കരുത്. നമ്മൾ എല്ലാ ദിവസവും ചെറുതായിട്ടൊന്ന് വരച്ച് കൊടുത്താൽ അതിൻ്റെതായ ഒരു തിളക്കവും ഭംഗിയും നമ്മൾ ആസ്വദിക്കാൻ ആളും ഒക്കെ ഉണ്ടാവും. നമ്മൾ ആസ്വദിക്കാൻ ആളുണ്ടാകുമ്പോൾ തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകാനൊക്കെ ഒരു ഇത് കിട്ടുന്നത്, എന്താണ് ഒരു എനർജി കിട്ടുന്നത്. അല്ലാതെ നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് ഒതുങ്ങി അങ്ങനെ ഒരു പതിവ്രതയായിട്ട് ഇരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. മനസ്സുകൊണ്ട് വ്യഭിചരിക്കാത്ത ഒരു പുരുഷനോ സ്ത്രീയോ ഒന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നില്ല. അബ്നോർമലാണെങ്കിൽ, അബ്നോർമൽ അയാളെ കാര്യം ഇവിടെ പറയുന്നില്ല. അപ്പം ഇഷ്ടപ്പെടുന്ന ആളുണ്ടാവും, നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുണ്ടാവും. ഒരിക്കലും ആരും കഴിഞ്ഞു എന്ന് വിചാരിക്കരുത്. കുറേ വരാനുണ്ട്, എന്തൊക്കെയോ ഉണ്ട്, നമ്മൾ ആരൊക്കെയോ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊക്കെ വെച്ചിട്ട് നമ്മൾ നമുക്ക് തന്നത് ബൈ ബർത്ത് ഉള്ളത് ഒന്ന് പൊടിയൊക്കെ തട്ടി എല്ലാ ദിവസവും ഒന്ന് എടുക്കണം. കൊല്ലത്തിലൊരിക്കലും പോരാ, എല്ലാ ദിവസവും ഒന്ന് മെനഞ്ഞ് കടഞ്ഞെടുത്ത് ഉള്ളത് വെച്ച് ഹാപ്പിയായി നമുക്കൊരു പൊട്ട് വെക്കാനോ ഒരു മുടി ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്യാനോ, അല്ലെങ്കിൽ ഞാനിതൊന്നും ചെയ്യാത്ത ആളാണ്, പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതെല്ലാം ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് കെയർ ചെയ്യാനോ, ഒരു ദിവസം ഒരു 10 മിനിറ്റ് ബോഡിക്ക് വേണ്ടിയൊക്കെ മാറ്റി വെച്ച് എല്ലാം തീർന്നു എന്ന് വിചാരിക്കാതെ 50-ലാളോ 50-ലാളോ അല്ലെങ്കിൽ 55-ലാളോ നോക്കും
എന്ന പ്രതീക്ഷയോടെ എന്നെ മുന്നോട്ട് പോകണം. എന്നെ നോക്കുന്നുണ്ട്, നിങ്ങളതെനിക്കറിയില്ല. അപ്പം നോക്കുന്നുള്ള പ്രതീക്ഷ, അല്ലെങ്കിൽ നമ്മൾ ഒരു അപ്രീസിയേഷൻ പിന്നെ കിട്ടാനുള്ളത്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് വൈബ്, ഇതൊന്നും നമ്മൾ ഒരിക്കലും വിട്ട് കളയരുത്. നമ്മളങ്ങ് തളർന്നു പോകും. ഇനി പിന്നെ ഫാമിലിയിൽ നിന്ന് നോക്കുന്നില്ലേ, ആരെങ്കിലും നോക്കിക്കോട്ടെ. ഇപ്പോൾ ഫാമിലിയിലുള്ളവരോട് ഹലോ ഹലോ എന്നെ നോക്കുന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ അയാൾക്ക് മടുത്ത് കാണും, അല്ലെങ്കിൽ അവർക്ക് മടുത്ത് കാണും. നമുക്ക് മടുക്കാത്ത സ്പേസ് ഉണ്ട്. നമ്മളെ മടുത്തിട്ടുണ്ടെങ്കിൽ, ആണായാലും പെണ്ണായാലും ഫാമിലി ലൈഫിൽ നമുക്ക് നമ്മളെ പിന്നെ പാർട്ട്ണർ നമ്മളെ മടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അവരൊരു മറ്റൊരു റിലേഷൻഷിപ്പ് കാണുന്നുണ്ടെങ്കിൽ കണ്ടോട്ടെ, നമുക്കും കണ്ടെത്താൻ പറ്റണം. നമ്മൾ അവരെ പിന്നെ നമ്മളോട് ചെയ്തത് വെച്ചിട്ട് നമ്മൾ ഒതുങ്ങരുത്. നമ്മൾ അതിലും വലുത് കണ്ടെത്താൻ നോക്കണം. എന്താ പറ്റൂലേ? നമ്മളൊരാൾ അവോയ്ഡ് ചെയ്യുമ്പോൾ, നമ്മളൊരാൾ മാറ്റി നിർത്തുമ്പോൾ, നമ്മളടുത്തുനിന്ന് ഒരാൾ തിരിഞ്ഞു കിടക്കുമ്പോൾ, നമ്മളെ മുഖത്തോട് മുഖം കിടക്കുന്ന ആളെ നമുക്ക് നോക്കാം. അതിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. അപ്പം നമുക്ക് കുറച്ചും കൂടി സൗന്ദര്യം, കുറച്ചും കൂടി ജീവിക്കാനുള്ള താല്പര്യം, നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു താല്പര്യമൊക്കെ കൂടെയുള്ളൂ. ഒരിക്കലും അതൊന്നും ഒരു നെഗറ്റീവ് വരില്ല. നമുക്ക് നെഗറ്റീവ് ഉള്ളത് എന്തും നമ്മൾ മാറ്റിവെക്കാം. പോസിറ്റീവായിട്ട് കിട്ടുന്നതിനോട് നമുക്ക് കൂടുതൽ അട്രാക്ഷൻ വേണം. നമ്മളതിനെ തേടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് പോസിറ്റീവ് എനർജി തരുന്ന, നമുക്ക് കിട്ടാത്ത എന്തെങ്കിലും, അതൊരു ചിരി ആയിക്കോട്ടെ, ഒരു നോട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഹായ് ആയിക്കോട്ടെ, നമ്മൾ ആ കിട്ടുന്ന സ്പേസിലേക്ക് നമ്മൾ പോകണം. അപ്പം എനിക്ക് ഇന്നിങ്ങനെ ഒരു ടോക്ക് വരാനുണ്ടായ കാരണം ആ 8 പെൺകുട്ടികളായിരുന്നു. അപ്പോൾ ആ നയനക്കുട്ടി ഒന്ന് എൻ്റെ വീഡിയോൻ്റെ താഴെ ഒരു ഹായ് പറയണം, എനിക്ക് വാട്സപ്പിൽ ഒരു ഹായ് പറയണം. നീ എന്നും പോസിറ്റീവായിരിക്കണം, നിൻ്റെ ലൈഫ് വളരെ ഹാപ്പി ആയിരിക്കട്ടെ, മറ്റൊരാളെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള മനസ്സ് കീപ്പ് ചെയ്യണം. ഇതുപോലെ തന്നെ ലൈഫ് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാം. ഒരാളെ അംഗീകരിക്കുക എന്നുള്ളത് ഈ യുഗത്തിൽ ഒട്ടും ഒരു പ്രാക്ടിക്കൽ അല്ലാത്ത, ആരും മെനക്കെടാത്ത ഒരു കാര്യമാണ്. ഒരു പരിചയമില്ലാത്ത എന്നെ കണ്ടപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് പിന്നെ ഒരു ഉള്ള കാര്യമില്ല, അവൾക്ക് തോന്നിയ കാര്യം അവൾ സത്യസന്ധമായിട്ട് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ ആ ഒരു ഇറ്റ്സ് എ പ്രൗഡ് കുട്ടി, നയനക്കുട്ടി, വെരി പ്രൗഡ് കുട്ടി. ഞാൻ വെരി പ്രൗഡ് ആൻറ്റി. അപ്പോൾ എന്തായാലും നയനക്കൊരു ബിഗ് ഹായ്, നയനെൻ്റെ ഫ്രണ്ട്സിന് ഹായ്, സേഫായിട്ട് ഉണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും എൻ്റെ ഇതിനൊരു കമൻ്റ് ഇടണം, എൻ്റെ വാട്സപ്പിൽ ഹായ് അയക്കണം. ഞങ്ങൾ നമ്പർ കൈമാറിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു മനസ്സും ആ ഒരു തൻ്റെടും ആ ഒരു ഫ്രഷ്നെസ്സും വൈബും ലൈഫ് ലോങ് നയനക്കുട്ടിക്കും ഫ്രണ്ട്സിനും ഉണ്ടാവട്ടെ. ഈ ആൻറ്റിയും ഇങ്ങനെ തന്നെയാണ്, ഒരാൾക്കും തളർത്താൻ പറ്റില്ല. ഓക്കെ നയനക്കുട്ടി.